KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. വിശദമായ വാർത്തകളിലേക്ക്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ വിരാമമാകും. ആഭ്യന്തര തീർത്ഥാടകർ ഉൾപ്പെടുന്ന ഒട്ടേറെ പേർ ഹജ്ജിന്റെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് മിനായിൽ നിന്ന് ഇന്ന് തന്നെ മടങ്ങി. സൌദിയുടെ പുറത്തുനിന്നുള്ളവരിൽ കൂടുതലും നാളത്തെ കല്ലേർ കർമ്മം പൂർത്തിയാക്കിയിട്ടാകും മടങ്ങുക. കല്ലേറിന് ശേഷം വിടവാങ്ങലിന്റെ തവാഫ് നിർവഹിച്ചാണ് എല്ലാവരും മടങ്ങുക. 18,62,909 തീർത്ഥാടകർ ഈ വർഷം ഹജ്ജിനെത്തിയതായാണ് കണക്ക്. 13,25,372 പേരാണ് വിദേശത്ത് നിന്നുള്ളവർ. പ്രധാന വാർത്തകൾ. ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തീകരിച്ചാണ് ഹാജിമാർ മിനായിൽ തിരിച്ചെത്തിയത്. ജംറത്തുൽ അഖബയിൽ കല്ലേർ കർമ്മം നിർവഹിച്ച് ബലികർമ്മം നടത്തി തലമുടി നീക്കിയ ശേഷം ഇഹ്റാം വേഷം മാറി. ഒട്ടേറെ തീർത്ഥാടകർ തിങ്കളാഴ്ച തന്നെ മക്കയിലെത്തി തവാഫും സഴിയും നിർവഹിച്ചിരുന്നു. ശേഷം ഇന്നലെയും ഇന്നും കല്ലേർ നിർവഹിച്ചു. ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാർക്കും കല്ലേറിന് പ്രത്യേക സമയം നിശ്ചയിച്ചതിനാൽ വലിയ തിരക്കൊഴിവാക്കാനായി. ഞായറാഴ്ച രാത്രി മുസ്ദലിഫയിൽ രാപ്പാർത്ത ഹാജിമാർ അവിടെ നിന്ന് കല്ലേർ കർമ്മത്തിനുള്ള കല്ലുകൾ ശേഖരിച്ചു. വിവിധ രാജ്യക്കാർ അവർക്ക് നിശ്ചയിച്ച സമയത്തിനു മുമ്പ് ജംറയിലേക്ക് പുറപ്പെടാതിരിക്കാനും മശായർ ട്രെയിനിന്റെ മിന സ്റ്റേഷനുകളിലെ പോക്കുവരവ് നിയന്ത്രിക്കാനും സുരക്ഷാസേന പ്രത്യേകം ശ്രദ്ധിച്ചു. അരനൂറ്റാണ്ട് മുമ്പുള്ള ഹജ്ജനുഭവങ്ങൾ പങ്കുവച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മക്കയിൽ നിരവധി മാറ്റങ്ങളെന്നും അദ്ദേഹം. മിനായിലുള്ള ഇന്ത്യൻ തീർത്ഥാടകരുടെ പ്രയാണവും മടക്കയാത്രയും വളണ്ടിയർമാരുടെ സഹായത്തോടെ നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കുമെന്ന് ഹജ്ജ് മിഷൻ അധികൃതർ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ മടക്കം ഈ മാസം 17-നാണ്. ഡൽഹിയിലേക്കുള്ള സംഘമാണ് ആദ്യം മടങ്ങുക. ഇവർ മദീന സന്ദർശനം കഴിഞ്ഞവരാണ്. മദീന സന്ദർശനം കഴിയാത്ത ഹാജിമാരുടെ സംഘം മദീന സന്ദർശിച്ച് ഈ മാസം 29 മുതൽ മടങ്ങിത്തുടങ്ങും. ഓണക്കാലത്ത് റേഷൻ കട വഴി വിതരണം ചെയ്യേണ്ടിയിരുന്ന 80,000 ടൺ കുത്തരി സ്വകാര്യ മില്ലുകളിൽ കെട്ടിക്കിടക്കുന്നു. കർഷകരിൽ നിന്ന് സപ്ലൈകോ സംഭരിച്ച നെല്ല് കുത്തിയെടുത്ത അരിയാണ് സിവിൽ സപ്ലൈസ് ഏറ്റെടുക്കാതെ ഇട്ടിരിക്കുന്നത്. ഈ മാസം എടുത്തില്ലെങ്കിൽ കേന്ദ്ര സബ്സിഡി നഷ്ടമാകുമെന്ന് കാണിച്ച് സപ്ലൈകോ ജനറൽ മാനേജർ ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിയെ രേഖാമൂലം അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല. സംഭരിച്ച നെല്ലിന്റെ അരി തന്നെ അതേ ഗുണനിലവാരത്തോടെ വിതരണം ചെയ്യുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കും. അതിനാവശ്യമായ കരുതൽ സർക്കാരിന് ഉണ്ടാകും. മുഖ്യമന്ത്രിക്കുള്ള കരുതൽ പക്ഷേ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്കില്ല. നെല്ല് സംഭരിക്കുന്നത് സപ്ലൈകോയാണെങ്കിലും സ്വകാര്യ മില്ലുകൾ കുത്തി നൽകുന്ന അരി റേഷൻ കട വഴി വിതരണം ചെയ്യേണ്ടത് സിവിൽ സപ്ലൈസ് ആണ്. കഴിഞ്ഞ 2 സീസണുകളിൽ സംഭരിച്ച നെല്ലിൽ നിന്ന് കിട്ടിയത് 3.8 ലക്ഷം മെട്രിക് ടൺ അരി. പക്ഷേ അടുത്ത സംഭരണ സീസൺ ആരംഭിച്ചിട്ടും 80,780 മെട്രിക് ടൺ അരി ഇപ്പോഴും മില്ലുകളിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. സ്വകാര്യ മില്ലുകൾ ഈ അരി മറിച്ചുവിറ്റിട്ട് ഗുണനിലവാരം കുറഞ്ഞ അരി തിരികെ തരുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണിത്. പച്ചരി അധികമായി കൊടുക്കാൻ വേണ്ടിയാണ് കുത്തരിയെടുക്കുന്നത് കുറച്ചതെന്നാണ് ന്യായീകരണം. ഫെബ്രുവരിയിൽ 34,000 മെട്രിക് ടണ്ണെടുത്തെങ്കിൽ മാർച്ചിൽ 14,000-ആയും ഏപ്രിലിൽ 25,000-ആയും കുറച്ചു. ബാക്കി കിടക്കുന്ന അരി ഈ മാസം കൊണ്ട് എടുത്തു തീർത്തില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള സബ്സിഡി ലഭിക്കില്ല. കുറഞ്ഞ ദിവസം കൊണ്ടിത് പ്രാവർത്തികമാകില്ലെന്ന് ഉറപ്പ്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങും
എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ. അറിവിനാഴക്കടലിൽ താണ്ടിയ ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ വിരാമം. ആഭ്യന്തര തീർത്ഥാടകർ ഉൾപ്പെടുന്ന ഒട്ടേറെ പേർ ഹജ്ജിന്റെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ഇന്ന് തന്നെ മടങ്ങി. തെരുവ് നായകൾ മനുഷ്യന് ഭീഷണിയാകരുതെന്ന് സുപ്രീം കോടതി. തെരുവ് നായകളോട് അനുകമ്പയാകാം, ഇക്കാര്യത്തിൽ സന്തുലിതമായ നിലപാടാകണം സ്വീകരിക്കേണ്ടതെന്നും ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ മൃഗക്ഷേമ ബോർഡ് കോടതിയിൽ സമർപ്പിച്ചു. തെരുവ് നായകളെ കൂട്ടത്തോടെ കൊല്ലരുതെന്നും വന്ധ്യംകരണമാണ് ശാസ്ത്രീയമായ പരിഹാരം മാർഗമെന്നും ബോർഡ് കോടതിയെ അറിയിച്ചു. തെരുവ് നായ്ക്കളെ കൊല്ലരുതെന്ന കേന്ദ്ര സർക്കാർ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാണിച്ച് മലയാളിയായ സാബു സ്റ്റീഫൻ നൽകിയ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചു. ഒക്ടോബർ 4 കേസ് പരിഗണിക്കുമ്പോൾ ഈ ഹർജിയിലും വിശദമായ വാദം കേൾക്കും. ഏതാണ്ട് അരനൂറ്റാണ്ട് മുമ്പുള്ള ഹജ്ജ് അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ മക്കയിലുള്ള അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ 1-ാം ഉറൂസ് മുബാറക്കിന് തുടക്കമായി. സമാപനം 21-ന്. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിച്ച് ഡോഗ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. നായ്ക്കളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനും തയ്യാറെന്ന് DGP പറഞ്ഞു. ബോംബെ മുസാഫർഖാനയിൽ 3 ദിവസത്തെ താമസം. ജിദ്ദയിലേക്ക് 10 ദിവസത്തെ കപ്പൽ യാത്ര. ജിദ്ദ തുറമുഖത്ത് ഹജ്ജ് ഡ്രാഫ്റ്റ് ലഭിക്കാനായി 3 ദിവസത്തെ കാത്തിരിപ്പ്. പിന്നെ ഹജ്ജിനായി 2 മാസം മക്കയിൽ. 1968 നിർവഹിച്ച ആദ്യ ഹജ്ജിന്റെ അനുഭവങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഓർത്തെടുത്തു. കപ്പൽ മുമ്പോട്ട് നീങ്ങാതെ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞുകൊണ്ടുള്ള അതിഭയങ്കരമായ കപ്പലിന്റെ ഇളക്കം രൂക്ഷമാവുകയും ഒരു മനുഷ്യൻ പോലും കിടന്ന സ്ഥലത്തുനിന്ന് എഴുന്നേൽക്കാതെ. ചരൽക്കല്ലുകളും മണലും നിറഞ്ഞ മസ്ജിദുൽ ഹറാം പള്ളിയുടെ മുറ്റം. ഒരു ചെറിയ കിണർവട്ടത്തിൽ മിനായിലെ ജംറ. പെട്ടെന്ന് തീപിടിക്കുന്ന തമ്പുകൾ. ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും കയ്യിലേന്തി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള കാൽനട യാത്ര. ജംറ അടിയിലുള്ള കുഴികൾ മാത്രമേ ഉള്ളൂ അന്ന്. വേറെ പ്രത്യേകമായിട്ടൊന്നും അവിടെ ഉണ്ടാക്കിയില്ല. ഒരു കാല് ഉണ്ട് അടയാളത്തിന്. മക്കയിലെത്തി ഹജ്ജ് നിർവഹിച്ച് നാട്ടിൽ തിരിച്ചെത്തുന്നതുവരെ ആകെ ചെലവ് 5000 രൂപ. അരനൂറ്റാണ്ടിനപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വന്ന മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തും. കപ്പൽ യാത്രയിൽ ഹജ്ജ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനും ക്ലാസുകൾക്കും സമയം ചെലവഴിച്ച കാന്തപുരം മക്കയിലെ ഹറം പള്ളിയിലും മലയാളികൾക്ക് ക്ലാസുകൾ എടുത്തു. 2 തവണയായി 64 ദിവസം. ഇതിനായി പ്രത്യേക അനുമതിയും അന്ന് ഹറംകാര്യ വകുപ്പിൽ നിന്നും ലഭിച്ചിരുന്നതായി കാന്തപുരം പറഞ്ഞു. മക്കയിൽ നിന്നും ജലീൽ കണ്ണമകൻ. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 പ്രവർത്തകരാണ് റിസാല സ്റ്റഡി സർക്കിളിന്റെ നേതൃത്വത്തിൽ സേവനത്തിനിറങ്ങിയത്. സ്നേഹവും പ്രാർത്ഥനയും മനസ്സു നിറഞ്ഞ അണച്ചുകൂട്ടലുമാണ് ഓരോ ഹജ്ജ് വളണ്ടിയറുടെയും ഊർജ്ജവും ധന്യതയും. വഴി കാണിക്കുമ്പോൾ, ലക്ഷ്യസ്ഥാനത്തെത്തിക്കുമ്പോൾ, ഒരിറ്റ് ദാഹജലം നൽകുമ്പോൾ, കൂട്ടത്തിലുള്ളവരെ കണ്ടെത്തി നൽകുമ്പോൾ, ആരാധനാ കർമ്മങ്ങളിൽ സഹായകമാകുമ്പോൾ, കൈപിടിച്ച് അനുഗമിക്കുമ്പോൾ ഓരോ ഹാജിയുടെയും പറഞ്ഞറിയിക്കാനാവാത്ത സംതൃപ്തിയും മനസ്സു നിറഞ്ഞ പ്രാർത്ഥനയുമാണ് ഓരോ വളണ്ടിയറും പ്രതീക്ഷിക്കുന്നത്. അവസാനമായി പ്രധാന വാർത്തകൾ. അരനൂറ്റാണ്ട് മുമ്പുള്ള ഹജ്ജ് അനുഭവങ്ങൾ പങ്കുവച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മക്കയിൽ നിരവധി മാറ്റങ്ങളെന്നും അദ്ദേഹം. സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ 1-ാം ഉറൂസ് മുബാറക്കിന് തുടക്കമായി. സമാപനം 21-ന്. സമാഗമത്തിന്റെ അപൂർവ നിമിഷങ്ങൾക്ക് സാക്ഷിയായി RC ഹജ്ജ് വളണ്ടിയർമാർ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ വിരാമം. ആഭ്യന്തര തീർത്ഥാടകർ ഉൾപ്പെടുന്ന ഒട്ടേറെ പേർ ഹജ്ജിന്റെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ഇന്ന് തന്നെ മടങ്ങി. തെരുവ് നായകളോട് അനുകമ്പയാകാം, പക്ഷേ മനുഷ്യന് ഭീഷണിയാകരുതെന്ന് സുപ്രീം കോടതി.
കാവേരി നദീജല പ്രക്ഷോഭം ബാംഗ്ലൂർ സമാധാനത്തിലേക്ക് 16 ഇടങ്ങളിലെ കർഫ്യൂ പിൻവലിച്ചു. നിരോധനാജ്ഞ തുടരും. നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിനായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തും. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള സഹായത്തിനായി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്നും ഡിജിപി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ഉള്ള കുറെ ഡോക്ടേഴ്സ് വളരെ എക്സ്പെർട്ട് ഡോക്ടർ, ഇന്റർനാഷണലി ഫേമസ് ഡോക്ടറാണ്. അവരുടെ സേവനം, അവരുടെ അഡ്വൈസ്, അവരുടെ എക്സ്പെർട്ട് അഡ്വൈസുകൾ ഞങ്ങൾ എടുക്കുന്നുണ്ടോ? ആർമിയിലും ജമ്മു കാശ്മീരിലും സ്വീകരിച്ച മാതൃകയായിരിക്കും സംസ്ഥാനത്തും നടപ്പാക്കുക. സുപ്രീംകോടതി മാനദണ്ഡമനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയെന്നും ലോക്നാഥ് ബെഹ്റ കൂട്ടിച്ചേർത്തു. നമ്മുടെ ഏതെങ്കിലും സ്ഥിതിയിലെ ഈ ഡോഗ് റീഹാബിലിറ്റേഷൻ, ഡോഗ് സ്റ്റെറിലൈസേഷൻ, ഈ കാര്യത്തിൽ നമുക്ക് ഏതെങ്കിലും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു റോൾ ഉണ്ടാകാം ആണെങ്കിൽ ഞങ്ങൾ റെഡിയാണോ? സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ 1-ാം ഉറൂസ് മുബാറക്കിന് തുടക്കമായി. വൈകിട്ട് 4-ന് മഖാം സിയാറത്തിന് സയ്യിദ് സൈനുൽ ആബിദിൻ ജമലുലലി തങ്ങൾ കാജൂർ നേതൃത്വം നൽകി. 4:30 സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ സയ്യിദ് അലവി ജലാലുദ്ദീൻ അൽ ഹാദി ഉജിര പതാക ഉയർത്തിയതോടെ ഉറൂസ് പരിപാടികൾക്ക് ഔപചാരിക തുടക്കമായി. തുടർന്ന് സയ്യിദ് ഫളൽ കോയമ്മ തങ്ങളുടെ നേതൃത്വത്തിൽ ഖത്മുൽ ഖുർആൻ മജ്ലിസ് ആരംഭിച്ചു. രാത്രി 7-ന് മൌലിദ് ജൽസ നടന്നു. സയ്യിദ് KSM തങ്ങൾ ഗാന്ധിനഗർ പ്രാർത്ഥന നടത്തി. സയ്യിദ് അതാഉള്ള തങ്ങളുടെ അധ്യക്ഷതയിൽ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൽ ഉദ്ഘാടനം ചെയ്തു. ഹംസക്കോയ ബാക്കവി കടലുണ്ടി ഉദ്ബോധനം നടത്തി. സയ്യിദ് അബ്ദുറഹ്മാൻ ശിഹാബുദ്ദീൻ അൽ ബുഖാരി കടലുണ്ടി മൌലിദ് പാരായണത്തിന് നേതൃത്വം നൽകി. മാംഗ്ലൂർ നോർത്ത് MLA BA മൊയ്തീൻ ബാവ മുഖ്യാതിഥിയായിരുന്നു. നാളെ രാവിലെ 10-ന് നടക്കുന്ന അൽഫിയ മുസാബക്കയിൽ രാജ്യത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഉന്നത വിദ്യാർത്ഥികൾ പങ്കെടുക്കും. രാത്രി 7-ന് നടക്കുന്ന ബുർദ മജ്ലിസിൽ സയ്യിദ് KS അഹമ്മദ് മുഖ്താർ തങ്ങൾ പ്രാർത്ഥന നടത്തും. സയ്യിദ് PS ആറ്റക്കോയ തങ്ങൾ ബാഹസൻ ഉദ്ഘാടനം ചെയ്യും. ഹംസ മിസ്ബാഹി ഓട്ടപ്പടവ് ഉദ്ബോധനം നടത്തും. സയ്യിദ് സുഹേൽ അസഖാഫ് മടക്കരയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബുർദ മജ്ലിസിൽ ഹാഫിൽ സ്വാദിഖ് അലി ഫാദിലി ഗൂഡല്ലൂർ, അഷ്റഫ് പെരുമുഖം, ഹാഫിൽ അൻവർ അലി സഖാഫി ഷെറിയ, അബ്ദുഷുക്കൂർ ഇർഫാനി ചമ്പരിക്ക തുടങ്ങിയവർ സംബന്ധിക്കും. 16-ന് ഉച്ചയ്ക്ക് അനുസ്മരണ സംഗമവും രാത്രി ഷാദുലി ഹൽക്കയും നടക്കും. 21-നാണ് സമാപന സമ്മേളനം. വൈകിട്ട് 5 മുതൽ ഉറൂസ് സമാപന സമ്മേളനവും സ്വലാത്ത് മജ്ലിസും നടക്കും. സയ്യിദ് അലി ബാഫഖ് തങ്ങൾ കൊയിലാണ്ടി പ്രാർത്ഥന നടത്തും. താജുശരിയ M ആലിക്കുഞ്ഞി ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചിത്താരി ഹംസ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന സ്വലാത്ത് മജ്ലിസിനും സമാപന പ്രാർത്ഥനയ്ക്കും സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, ഷുഐബ് ആലം കീളക്കര, സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി തുടങ്ങിയവർ നേതൃത്വം നൽകും. തെരുവ് നായകളോട് അനുകമ്പയാകാം, പക്ഷേ മനുഷ്യന് ഭീഷണിയാകരുതെന്ന് സുപ്രീംകോടതി. കാവേരി നദീജല പ്രക്ഷോഭം ബാംഗ്ലൂർ സമാധാനത്തിലേക്ക് 16 ഇടങ്ങളിലെ കർഫ്യൂ പിൻവലിച്ചു. നിരോധനാജ്ഞ തുടരും. സമാഗമത്തിന്റെ അപൂർവ നിമിഷങ്ങൾക്ക് സാക്ഷിയായി RC ഹജ്ജ് വോളണ്ടിയർമാർ. ഓണക്കാലത്ത് റേഷൻ കട വഴി വിതരണം ചെയ്യേണ്ടിയിരുന്ന അരി സ്വകാര്യ മില്ലുകളിൽ കെട്ടിക്കിടക്കുന്നു. കർഷകരിൽ നിന്ന് സപ്ലൈകോ സംഭരിച്ച നെല്ല് കുത്തിയെടുത്ത അരിയാണ് സിവിൽ സപ്ലൈസ് ഏറ്റെടുക്കാതെ ഇട്ടിരിക്കുന്നത്. തെരുവ് നായകളെ വന്ധ്യംകരിച്ച് ഡോഗ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. കാവേരി നദീജല പ്രക്ഷോഭം നിയന്ത്രണ വിധേയമായതോടെ ബാംഗ്ലൂരുവിൽ 16 ഇടങ്ങളിൽ നിലനിന്നിരുന്ന കർഫ്യൂ പിൻവലിച്ചു. എന്നാൽ നിരോധനാജ്ഞ തുടരും. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മൈസൂർ ബാങ്ക് സർക്കിളിൽ ധർണ നടത്താനെത്തിയവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ബാംഗ്ലൂരുവിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. അതേസമയം തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനങ്ങൾ ഇന്നും അതിർത്തി കടന്ന് കർണാടകയിലേക്ക് പ്രവേശിച്ചില്ല. 100 കണക്കിന് വാഹനങ്ങൾ അതിർത്തിയിൽ പ്രവേശനം കാത്തുകിടക്കുകയാണ്. അതിർത്തിയിൽ ഒരു കർണാടക രജിസ്ട്രേഷൻ വാഹനത്തിനു നേരെ അക്രമമുണ്ടായെങ്കിലും പോലീസിന്റെയും അർദ്ധസൈന്യത്തിന്റെയും ഇടപെടൽ കാരണം പ്രതിഷേധം വ്യാപിച്ചില്ല. നാളെ കർണാടകയിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ട്രെയിൻ തടയൽ സമരം നടക്കും. തമിഴ്നാട്ടിലും വെള്ളിയാഴ്ച വ്യാപാരികൾ കടകളടച്ച് ബന്ദ് ആചരിക്കും. ബാംഗ്ലൂരുവിൽ നിന്ന് ഇന്നലെ രാത്രി പുറപ്പെട്ട 31 ബസ്സുകൾ കേരളത്തിലെത്തി. മധൂരിൽ വെച്ച് ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. പാലായിലേക്ക് വരികയായിരുന്ന KSRTC ബസിന്റെ ചില്ല് തകർന്നു. യാത്രക്കാർക്ക് പരുക്കില്ല. സുൽത്താൻ ബത്തേരി വഴി 8-ഉം മാനന്തവാടി റൂട്ടിൽ 12-ഉം കണ്ണൂരിലേക്ക് 4-ഉം നിലമ്പൂർ വഴി 7-ഉം ബസ്സുകളാണ് ഇന്ന് പുലർച്ചെ എത്തിയത്. മാണ്ഡ്യ വരെ കർണാടക പോലീസിന്റെ സുരക്ഷയിലായിരുന്നു യാത്ര. മാണ്ഡ്യയിൽ നിന്ന് കേരള പോലീസ് സുരക്ഷ ഏറ്റെടുത്തു. കോഴിക്കോട് KSRTC സ്റ്റാൻഡിലെത്തിയ യാത്രക്കാരെ മന്ത്രി AK ശശീന്ദ്രൻ സ്വീകരിച്ചു. സുരക്ഷ ഉറപ്പായാൽ ബാംഗ്ലൂരുവിലേക്ക് സർവീസ് നടത്താൻ KSRTC തയ്യാറാണെന്ന് മന്ത്രി പറഞ്ഞു. സാധാരണ നിലയിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുമോ അത്രയും ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഒരു പരിധിവരെ
കേരള ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. മൈസൂരു വരെയാണ് നിലവിൽ KSRTC സർവീസ് നടത്തുന്നത്. വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ 2ാം ദിവസം നിരവധി സമാഗമത്തിന്റെ അപൂർവ നിമിഷങ്ങളാണ് RSC വോളണ്ടിയർമാർക്ക് അനുഭവിക്കാനായത്. അറഫ ദിനത്തിൽ അറഫ, മുസ്ദലിഫ, മിന എന്നിവിടങ്ങളിൽ നിന്ന് കാണാതാവുകയും ബന്ധുക്കളിൽ നിന്ന് കൂട്ടം തെറ്റി ഗതിയറിയാതെ പലയിടങ്ങളിലായി പ്രയാസം അനുഭവിക്കുകയും ചെയ്തിരുന്ന നിരവധി ഹാജിമാരെ RSC വോളണ്ടിയർമാർക്ക് കണ്ടെത്താനായി. മീനായിലെ കല്ലേറുകർമ്മത്തിനിടെ കൂട്ടം തെറ്റിയവരെയും കാണാതായവരെയും അന്വേഷിച്ച് ബന്ധുക്കൾ ടെന്റുകളിലും പുറത്തും ഓടി നടക്കുന്ന സാഹചര്യത്തിൽ ഹാജിയെയും കൂട്ടി RSC വോളണ്ടിയർമാർ ടെന്റുകളിലേക്കെത്തുമ്പോൾ കെട്ടിപ്പിടിച്ച് ആനന്ദാശ്രുക്കൾ പൊഴിച്ച് അവരെ വരവേൽക്കുന്ന വികാരനിർഭരമായ രംഗങ്ങൾക്കും RSC വോളണ്ടിയർമാർ സാക്ഷികളായി. മക്കയിൽ നിന്നുള്ള RSC കോർഡിനേറ്റർ ഹനീഫ അമാനിക്ക് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഓഫീസിൽ നിന്നും ലഭിച്ച സന്ദേശപ്രകാരമാണ് സർക്കാർ ഗ്രൂപ്പ് വഴി ഹജ്ജിനെത്തിയ തൃശൂർ സ്വദേശി ഉമറുൽ ഫാറൂഖ് അഹമ്മദ് ഇസ്മായിൽ എന്ന വ്യക്തിയെ കാണാനില്ലെന്ന വിവരം ലഭിക്കുന്നത്. അറഫയിൽ നിന്നും കാണാതാവുകയും 2 ദിവസത്തോളമായി ഭക്ഷണവും മറ്റും ലഭിക്കാതെ അവശനിലയിലായി വഴിതെറ്റിയ ഉമറുൽ ഫാറൂഖ് ഹാജിയെ കഴിഞ്ഞ ദിവസം RSC വോളണ്ടിയർമാർ അറഫയിൽ വെച്ച് കണ്ടെത്തുകയും റെഡ് ക്രസന്റിന്റെ സഹായത്തോടെ ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മിനയിലുള്ള ഹജ്ജ് മിഷൻ ക്ലിനിക്കിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. തെരുവ് നായകളെ വന്ധ്യംകരിച്ച് ഡോഗ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ഓണക്കാലത്ത് റേഷൻ കട വഴി വിതരണം ചെയ്യേണ്ടിയിരുന്ന അരി സ്വകാര്യ മില്ലുകളിൽ കെട്ടിക്കിടക്കുന്നു. കർഷകരിൽ നിന്ന് സപ്ലൈകോ സംഭരിച്ച നെല്ല് കുത്തിയെടുത്ത അരിയാണ് സിവിൽ സപ്ലൈസ് ഏറ്റെടുക്കാതെ ഇട്ടിരിക്കുന്നത്. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.